നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്നു മുതൽ മൈ ചർച്ചും ICME ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കണ്ടിന്യൂയിങ് മെഡിക്കൽ എഡ്യൂക്കേഷനും സംയുക്തമായ ഒരു പുതിയ പദ്ധതിക്ക് ഞങ്ങൾ തുടക്കം കുറിക്കുകയാണ്. ആ പദ്ധതിയുടെ പേര് റിവൈവ് എന്നാണ്. റിവൈവ് ദെയർ ഹോപ്പ്. അത്തരം ഈ പദ്ധതി എന്ന് പറയുന്നത് ഡോക്ടർ സുരേഷ് പ്രഭാകർ സാറും ഞങ്ങളും കഴിഞ്ഞ ഏതാനും മാസങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ വിഷയം എന്ന് പറയുന്നത്, നമുക്കറിയാം, പ്രതിദിനം നൂറുകണക്കിന് ആളുകൾ കുഴഞ്ഞു വീണ് മരിക്കുന്നുണ്ട്. ഹൃദയാഘാതം മൂലം അല്ലെങ്കിൽ മറ്റ് പല കാരണങ്ങൾ കൊണ്ടും കുഴഞ്ഞു വീണ് മരണം സംഭവിക്കുന്നു. അന്നേരം ആ സമയത്ത് അവർക്കൊരു CPR കൊടുക്കുവാൻ സാധിച്ചിരുന്നെങ്കിൽ അതിൽ പല ജീവനുകളും നമുക്ക് രക്ഷിക്കുവാൻ പറ്റുമായിരുന്നു. അന്നേരം ഇതിനെക്കുറിച്ച് ഞങ്ങൾ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടുവരികയായിരുന്നു. എന്നാൽ ഇന്നലെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിച്ച് കാണും, പെരുമ്പാവൂരിൽ വെച്ച് ഒരു സംയോജിതമായ ഇടപെടൽ മൂലം CPR കൊടുത്തതുകൊണ്ട് ഒരു യുവാവിൻ്റെ, ഒരു 43 വയസ്സുകാരൻ്റെ ജീവൻ രക്ഷിക്കുവാൻ സാധിച്ചു. ഇന്നലെ മാധ്യമങ്ങളിലൂടെ എല്ലാം നിങ്ങളത് കണ്ടു കാണും. സുനോജ് എന്ന് പറയുന്ന ഒരു 43 വയസ്സുകാരനായ ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന് രാവിലെ ഒരു 9-9:15 ആയപ്പോൾ ഒരു ചെസ്റ്റ് പെയിൻ അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹം അന്നേരം അടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്തിനെ വിളിച്ച് അദ്ദേഹത്തിന് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല. അന്നേരം അതുകൊണ്ട് തന്നെ ഇദ്ദേഹം തന്നെ വണ്ടി ഓടിച്ച് പോവുക. അന്നേരം കാലടി ആ പാലത്തിനടുത്ത് എത്തിയപ്പോഴത്തേക്കും വലിയ ട്രാഫിക് ബ്ലോക്ക്. ആ ബ്ലോക്ക് അന്നേരം ഇദ്ദേഹം ആ മരണപ്രാളം കൊണ്ട് വണ്ടിയുടെ ലൈറ്റ് വിട്ട് ട്രാഫിക്ക് തെറ്റി വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ നാട്ടുകാരെല്ലാം ഇയാളെ ചീത്ത വിളിച്ചു. അന്നേരം ഒരു ചെറുപ്പക്കാരൻ വണ്ടിയുടെ ആ ചില്ലിന് തട്ടിയപ്പം പുള്ളി താത്ത് പറഞ്ഞു, എനിക്ക് ചെസ്റ്റ് പെയിനാണ്, സഹിക്കാൻ പറ്റുന്നില്ല, ഞാൻ ആശുപത്രിയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അപകടം മണത്ത രഞ്ജിത്ത് എന്ന് പറയുന്ന ആ നല്ലവനായ നാട്ടുകാരൻ കാര്യം മനസ്സിലായി. അന്നേരം അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ഡയറക്ഷനിൽ പോകാതെ തിരിച്ച് പെരുമ്പാവൂർ റൂട്ടിലേക്ക് പോവുക, അവിടെ വലിയ ബ്ലോക്കാണ് എന്ന് പറഞ്ഞു. പക്ഷേ ആ സമയം കൊണ്ട് ബാക്കിലെല്ലാം വണ്ടികൾ വന്ന് ഇദ്ദേഹത്തിന് വണ്ടി എടുക്കാൻ വയ്യാത്ത ഒരു അവസ്ഥയായി മാറി. അന്നേരം ഇദ്ദേഹം ഉടൻ തന്നെ ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു സുഹൃത്തിനെ വിളിച്ച് പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഒരു ആംബുലൻസ് വരാൻ പറയുന്നു. അന്നേരം ആ സുഹൃത്ത് ഈ കാര്യം മനസ്സിലാക്കി ഒരു ആംബുലൻസിന് ഫോൺ ചെയ്യുന്നു. അന്നേരം ഇദ്ദേഹം തന്നെ ഇടപെട്ട ഈ വണ്ടി ഓടിച്ച വണ്ടി ഒരു ഹോളോ ബ്രിക്സിൻ്റെ ഒരു ഫാക്ടറിയുടെ അങ്ങോട്ടേക്ക് വണ്ടി നീക്കിയിട്ട് അപ്പോഴത്തേക്കും ഇയാൾ കൊളാപ്സായി വീണു. അന്നേരം ഈ രഞ്ജിത്ത് പതറിയില്ല. അദ്ദേഹം ഉടൻ തന്നെ ചെയ്തത്, അവിടെ നിർത്തിയിട്ടിരുന്ന 2 പ്രൈവറ്റ് ബസ്സിലേക്ക് ഇദ്ദേഹം താഴെ നിന്ന് വിളിച്ച് പറഞ്ഞു, ഈ വണ്ടിയിൽ ആരെങ്കിലും ആരോഗ്യ പ്രവർത്തകരുണ്ടെങ്കിൽ ദയവായി ഇറങ്ങി വരിക, ഒരു സഹായം വേണമെന്ന് ഇദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ ആ വണ്ടിയിലുണ്ടായിരുന്ന 2 നഴ്സുമാർ, ഒന്ന് അഞ്ജലിയും ആർദ്രയും. അഞ്ജലി എന്ന് പറയുന്ന ഒരു സ്റ്റാഫ് നഴ്സാണ്. ആർദ്ര എന്ന് പറയുന്നത് നഴ്സിംഗ് വിദ്യാർത്ഥിയാണ്, അവസാന വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിയാണ്. ഇവർ രണ്ടും പെട്ടെന്ന് ചാടി ഇറങ്ങി ഈ കൊളാപ്സായിട്ട് കിടന്ന ഈ സുനോജിന് CPR കൊടുത്തു. അന്നേരത്തേക്കും ആംബുലൻസ് വന്നു. ആംബുലൻസിൽ കയറിയപ്പോഴത്തേക്കും നഴ്സിംഗ് വിദ്യാർത്ഥിയായ ആർദ്ര പോയി. സ്റ്റാഫ് നഴ്സായ അഞ്ജലി ആ ആംബുലൻസിൽ കയറി അദ്ദേഹത്തിനെ LF ആശുപത്രിയിൽ ചെല്ലുന്നത് വരെ കണ്ടിന്യൂസ് ആയിട്ട് CPR കൊടുത്തുകൊണ്ടിരുന്നു. ആശുപത്രിയുടെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ അവരെത്തിച്ചു. എത്രയും പെട്ടെന്ന് തന്നെ ആൻജിയോഗ്രാം ചെയ്തു. ഹൃദയധമനിയിൽ ബ്ലോക്ക് ഉണ്ടെന്ന് കണ്ടെത്തി. ഉടൻ തന്നെ ആൻജിയോപ്ലാസ്റ്റി നടത്തി. അയാൾ ലൈഫിലേക്ക് തിരിച്ചു വന്നു. 2 ദിവസങ്ങൾക്കുള്ളിൽ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആകാൻ പറ്റാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അന്നേരം ഇതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്രകാരം ഒരു റിവൈവ് എന്നൊരു പദ്ധതി നമ്മൾ ആരംഭിച്ച് പരമാവധി ആളുകൾക്ക് CPR എങ്ങനെ നൽകാം എന്നതിനെക്കുറിച്ചൊരു അവയർനെസ് കൊടുക്കണമെന്ന ഈ ഒരു പദ്ധതി ഞങ്ങൾ എത്രയും വേഗത്തിൽ നടപ്പിലാക്കുവാൻ കാരണം തന്നെ ഇന്നലെ സംഭവിച്ച ഈ ഒരു കാര്യമാണ്. ഇന്ന് നമ്മോടൊപ്പമുള്ളത്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ, ICME ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കണ്ടിന്യൂയിങ് മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ സുരേഷ് പ്രഭാകർ സാറാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം നമുക്ക് ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യാം. സാർ, ഞാൻ ഇന്നലെ ഉണ്ടായ സംഭവം ഒന്ന് സാറോട് ഞാൻ ബ്രീഫ് ചെയ്തു. അന്നേരം ഇത് കേട്ടപ്പോൾ സാറിന് എന്താണ് തോന്നുന്നത്? ഇന്നലെ ടൈംലി ആക്ഷൻ കാരണം ഒരു ലൈഫ് സേവ് ചെയ്യാൻ പറ്റി. അതെ, അത് സേവ് ചെയ്യാൻ പറ്റിയത് ആ 2 നഴ്സസിന് അത് അറിയാവുന്നതുകൊണ്ടാണ്. അതെ, ആ നഴ്സ് ചെയ്തത് നമുക്ക് എല്ലാവരെയും പഠിപ്പിക്കാൻ പറ്റും. അതെ, ഒരുവിധം വിവരമുള്ളവരെ എല്ലാവരെയും നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. അതെ, അങ്ങനെ പഠിപ്പിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് പലതിനെയും ലൈഫ് സേവ് ചെയ്യാൻ പറ്റും. നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അന്നേരം നമ്മളൊരു ഇത് ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ചെയ്യാവുന്ന ഒരു പരിപാടിയല്ല. നമുക്ക് പരമാവധി സംയുക്തമായി നമ്മൾ ഈ ആരംഭിക്കാൻ പോകുന്ന റിവൈവ് പദ്ധതിയിലൂടെ നമുക്ക് സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള പരമാവധി ആളുകളിലേക്ക്, സാധാരണ ജനങ്ങളെ, ഈ CPR എന്താണ്, ഈ CPR എങ്ങനെ കൊടുക്കണം,
CPR ആർക്കൊക്കെ കൊടുക്കാൻ പറ്റത്തില്ല, CPR കൊടുക്കേണ്ടുന്ന വിധം എങ്ങനെയാണ് എന്നൊക്കെ തരത്തിലുള്ള ഒരു സാമാന്യ ജനങ്ങൾക്കൊരു അവബോധം കൊടുക്കുക എന്നൊരു പദ്ധതിയാണ് നമുക്ക് ആവിഷ്കരിക്കേണ്ടത്. അന്നേരം ഇന്ന് ഈ ചുരുക്ക സമയത്തിനുള്ളിൽ നമ്മുടെ ഇന്നൊരു തുടക്ക ദിവസമായി ഇന്ന് സാറിൽ നിന്ന് നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നത് ഈ CPR എന്താണെന്നൊന്ന് ചുരുക്കി ഒന്ന് പറയാമോ? CPR എന്ന് വെച്ചാൽ കാർഡിയോ പൾമണറി റീസസിറ്റേഷൻ. അതായത് ഹാർട്ടിൽ നിന്നും ലങ്സിൽ നിന്നും അങ്ങനെയുള്ളവർക്കാണ് കൊടുക്കുന്നത്. ജസ്റ്റ് കൊളാപ്സ് ചെയ്തെന്നും പറഞ്ഞ് കൊടുക്കില്ല. ഇപ്പോൾ ഷുഗർ കുറഞ്ഞാൽ കൊളാപ്സ് ചെയ്യാം, ഒരു സ്ട്രോക്ക് വന്നാൽ കൊളാപ്സ് ചെയ്യാം, എന്തെങ്കിലും ഡ്രഗ്സ് കൂടുതൽ കഴിച്ചാൽ കൊളാപ്സ് ചെയ്യാം, അവർക്കൊന്നും കൊടുക്കാൻ പറ്റില്ല. അന്നേരം നമുക്കിത് തിരിച്ചറിയാൻ പറ്റണം, ഇത് ഏത് സാഹചര്യമാണ് എന്ന് ഒരു സാധാരണക്കാരന് തിരിച്ചറിയാൻ പറ്റണം. അന്നേരം ആ ഘട്ടം എന്ന് പറയുന്നത് ഒന്ന് ഹൃദയാഘാതം കൊണ്ട് കുഴഞ്ഞു വീഴുന്ന അവസ്ഥ, ഷോക്കേറ്റ്, വെള്ളത്തിൽ വീണ, മുങ്ങിയ, പല കാരണങ്ങളും ഉണ്ട്. പക്ഷേ മനസ്സിലാക്കേണ്ടത് ഹാർട്ടിൽ നിന്നും ലങ്സിൻ്റെ പ്രവർത്തനം നിന്നു. ഇതൊരു സാധാരണക്കാരൻ എങ്ങനെ തിരിച്ചറിയാം? അതായത് ഹാർട്ടിൻ്റെ പ്രവർത്തനം നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഇത് CPR കൊടുക്കാവുന്ന ഒരു അവസ്ഥ എന്താണെന്ന് ഒരു സാധാരണക്കാരൻ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? ഞാനത് കാണിച്ചു തരാം. അതിൻ്റെ ഡെമോയിലൂടെ അത് കാണിക്കാം. അപ്പോൾ നമുക്ക് ഈ CPR ഈ ഒരാൾ കുഴഞ്ഞു വീണു എന്ന് പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും CPR കൊടുക്കാൻ പാടില്ലെന്നാണ് സാർ പറയുന്നത്. ഒരിക്കലും പാടില്ല. ആദ്യം കൺഫേം ചെയ്യണം, കാർഡിയാക് അറസ്റ്റ് വന്നു, ഹാർട്ട് വർക്ക് ചെയ്യുന്നില്ല, ലങ്സ് വർക്ക് ചെയ്യുന്നില്ല, മനസ്സിലാക്കിയിട്ടേ കൊടുക്കാൻ പാടില്ല. അതല്ലെങ്കിൽ ഗുണത്തേക്കാളേറെ ഇല്ലെങ്കിൽ അത് ദോഷം ചെയ്യും. അത്തരം ഈ CPR കൊടുക്കാൻ പാടില്ലാത്ത സാഹചര്യം എന്ന് പറയുന്നത് ഏതൊക്കെ സാഹചര്യത്തിൽ നമുക്ക് കൊടുക്കാൻ? ഹാർട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ലങ്സ് വർക്ക് ചെയ്യുന്നുണ്ട്, പേഷ്യൻ്റ് കൊളാപ്സായി കിടക്കുകയാണ്, അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും കൊടുക്കാൻ പാടില്ല. ബേസിക് പ്രിൻസിപ്പിൾ ലങ്സ് വർക്ക് ചെയ്യുന്നതും ഹാർട്ട് വർക്ക് ചെയ്യുന്നവർക്കും കൊടുക്കാൻ പാടില്ല. അന്നേരം ഇതെങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത് സാർ ഒരു ഡെമോയിലൂടെ നമുക്കിപ്പോൾ കാണിച്ചു തരാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് CPR എങ്ങനെ കൊടുക്കണം എന്ന് ഉള്ള ഒരു ഡെമോ ആണ്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ നമുക്ക് സാധാരണക്കാരായ എല്ലാവർക്കും, നമുക്ക് മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല, പലർക്കും പല വിദ്യാഭ്യാസ, പല സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ വരുന്ന ആളുകളാണ്. അന്നേരം നമുക്ക് പലപ്പോഴും ഇത് തിരിച്ചറിയണമെന്നില്ല. പക്ഷേ വളരെ ശ്രദ്ധാപൂർവം ഈ ഡോക്ടർ പറയുന്നത് കേൾക്കുക. ആർക്ക് CPR കൊടുക്കണം? അതായത് ഹൃദയാഘാതം മൂലം കുഴഞ്ഞു വീഴുന്ന, അതല്ലെങ്കിൽ ഇലക്ട്രിക് ഷോക്കേറ്റ് ശ്വാസം നിലച്ച് അല്ലെങ്കിൽ ഹൃദയം പ്രവർത്തിക്കാത്തൊരവസ്ഥയിലേക്ക് വരുന്ന, ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ അത് നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും? അതുപോലെ പൾസ് ഉണ്ടോ, അതല്ലെങ്കിൽ ഹൃദയം പ്രവർത്തിക്കുന്നുണ്ടോ, ശ്വാസമുണ്ടോ എന്നൊക്കെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം എന്നൊക്കെ ഈ ഡെമോൺസ്ട്രേഷനിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് ശ്രദ്ധാപൂർവം ഈ ഡെമോ ഒന്ന് കാണുക. സർ, ഇപ്പോൾ ഒരാൾ കുഴഞ്ഞു വീണുവെന്ന് കരുതുക. അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്? അന്നേരം നമുക്ക് ഈ CPR കൊടുക്കാൻ ചില ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഡോക്ടർ സംസാരിച്ചപ്പോൾ പറഞ്ഞു. നമുക്ക് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ഒരാൾ കുഴഞ്ഞു വീണ് കിടക്കുമ്പോൾ എന്താണ് നമുക്ക് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത്? എന്താണ്? ഒന്ന്, ആദ്യം നമ്മളുടെ സേഫ്റ്റി നോക്കണം. ചിലപ്പോൾ ഈ കുഴഞ്ഞു വീണ് കിടക്കുന്നത് ഇലക്ട്രിക് ഷോക്കായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും പോയ്സൺ കഴിച്ചിട്ട് കിടക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളത് ചെയ്യാൻ പോയാൽ നമ്മൾക്ക് പ്രോബ്ലമാണ്. അപ്പോൾ ആദ്യം നമ്മൾ സേഫാണെന്ന് നോക്കണം. അത് റൂൾ. ഇപ്പോൾ ഏതെങ്കിലും ബിൽഡിങ്ങിലൊരു തീ കത്തി അകത്ത് കിടക്കുകയാണ്, നമ്മൾ സേവ് ചെയ്യാൻ പോയാൽ ചിലപ്പോൾ നമ്മൾ അന്നേരം ആ സ്പേസിൽ നമ്മൾ CPR കൊടുക്കാൻ ശ്രമിക്കരുത്. സുരക്ഷിതമായ സ്ഥലത്തേക്ക് നമ്മൾ മാറ്റിയിട്ടേ കൊടുക്കാം. അന്നേരം നമ്മൾ പിന്നെ ഫസ്റ്റ് ഒരു കുഴഞ്ഞു വീണ് കിടക്കുന്ന ഒരാളെ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? എന്താണ്? 2, പേഷ്യൻ്റ് അൺകോൺഷ്യസ് ആണോ ഇല്ലെന്ന് നോക്കണം. അപ്പം ഇങ്ങനെ തട്ടി വിളിച്ചാൽ മതി, കണ്ണു തുറന്നേ, റെസ്പോണ്ട് ചെയ്യുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ അസസ് ചെയ്യേണ്ടത് ഹാർട്ട് വർക്ക് ചെയ്യുന്ന, ലങ്സ് വർക്ക് ചെയ്യുന്ന, ഈ 2 സംഗതിയേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇങ്ങനെ വയ്ക്കാം. അപ്പോൾ നമുക്ക് ശ്വാസത്തിൻ്റെ ബ്രത്തിൻ്റെ ഇത് കിട്ടും, മൂവ്മെൻറ്റ് ഉണ്ടായില്ലെന്ന് കിട്ടും. ഇത് രണ്ടും ഇല്ലെങ്കിൽ ലങ്സ് വർക്ക് ചെയ്യുന്നില്ല. ഡൗട്ടൊന്നുമില്ലല്ലോ? ക്ലിയർ. 2, ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ ഇവിടെ കൈ വെച്ചാൽ നമുക്ക് പൾസ് കിട്ടും, കരോട്ടിഡ് പൾസ് എന്ന് പറയും. പക്ഷേ നേരത്തെ നമ്മളത് പഠിച്ചിരിക്കണം പൾസ് എങ്ങനെ നോക്കണമെന്ന്. ഇപ്പോൾ അതാ ഇതിൻ്റെ ചെവിയുടെ താഴെ ഇങ്ങനെ വെച്ചൊന്ന് നോക്കിയാൽ പൾസ് നമുക്ക് കിട്ടുന്നെങ്കിൽ പറയണം. ഉണ്ട്. അപ്പോൾ പൾസ് നോക്കാൻ പഠിച്ചു. ഇതുപോലെ എല്ലാവരും പൾസ് നോക്കാനാണ്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ നോക്കണം, ബ്രത്ത് കിട്ടുന്നുണ്ടോ നോക്കണം, ചെസ്റ്റ് മൂവ്മെന്റ്, പൾസ് നോക്കണം.
1 2 3 4 5 6 7 8 9 10. 10 സെക്കൻഡ് ഇത് രണ്ടും ഇല്ലെങ്കിൽ ഹാർട്ട് വർക്ക് ചെയ്യുന്നില്ല, ലങ്സ് വർക്ക് ചെയ്യുന്നില്ല, നേരെ CPR തുടങ്ങണം. CPR തുടങ്ങാനായിട്ട് ഏറ്റവും താഴെ സ്റ്റെർണോ എന്ന് പറയും, അത് നമുക്ക് ഫീൽ ചെയ്യാം. അതിൻ്റെ മേലെ കൈ ഇങ്ങനെ വെക്കണം. ഇങ്ങനെ വെച്ചിട്ട് ഫുൾ പ്രസ് ചെയ്യണം. 1 2 3 4 5 6 30 പ്രാവശ്യം ചെയ്യണം. അപ്പോൾ ഇതിൽ പഠിപ്പിച്ചു തരാം. ഇതാണ് അംബു ബാഗ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് എല്ലാവരുടെയും കയ്യിൽ എപ്പോഴും കാണില്ല, മിക്കവാറും ഹോസ്പിറ്റലിലെ കാണും. പക്ഷേ ഇതും കൂടെ ഉണ്ടെങ്കിൽ CPR ചെയ്യുന്ന കുറച്ചുകൂടെ ബെറ്ററാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഡോക്ടേഴ്സ്, നേഴ്സസ് അവർക്ക് കാറൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വാങ്ങിച്ചിട്ട് അല്ല, ഇത്ര ഒരു ഹൈ റിസ്ക് കേസസ് അല്ലെങ്കിൽ ഒരു സാധ്യത, ഒരു ഹൃദ്രോഗ സാധ്യതയുള്ള ആളുകൾ, അങ്ങനെയൊക്കെയുള്ള പേഷ്യൻസ് ഉള്ളവരുടെ വണ്ടികളിൽ ഇതുണ്ടെങ്കിൽ നല്ലതാണ്. ഈ കൃത്രിമ ശ്വാസം നമുക്ക് ഇത് വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒന്നുകൂടെ ആദ്യം സേഫാണെന്ന് നോക്കണം. പിന്നെ തട്ടണം, കണ്ണു തുറക്കുന്നില്ല. പിന്നെ അസസ് ചെയ്യണം. ബ്രത്ത് നോക്കിയേ. വിരലിവിടെ വയ്ക്കുക. ഇതിവിടെ വരട്ടെ. നമ്മളുടെ ഇത് ശ്വാസം കിട്ടണം. ഇതൊന്നും നമുക്ക് ഒന്നുകൂടെ ചെയ്യാം. എന്നിട്ട് ഇവിടെ നോക്കിക്കൊണ്ടിരിക്കണം. പൊങ്ങുന്നതിൽ 10 സെക്കൻഡ് വേണമെങ്കിൽ എണ്ണാം. 1 2 3 4 5 6 7 8 9 10. ബ്രത്തില്ല, ഇതില്ലെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കൈ ഇങ്ങനെ വെക്കണം. ഇതാണ് സ്റ്റെർണോ എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും താഴെ നെഞ്ചിൻ കൂട് അവസാനിക്കുന്ന അതിൻ്റെ മേലെ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ, എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം. 1 2 3 4 5 30 പ്രാവശ്യം ചെയ്യണം. നമുക്ക് ഈ അംബു ബാഗ് ഇല്ലെങ്കിൽ നമുക്ക് ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കണം, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് അംബു ബാഗ് ഉണ്ടെങ്കിൽ ഇത് 30 പ്രാവശ്യം ചെയ്തിട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ചിട്ട്, അപ്പോൾ ഒരാൾ 2 പ്രാവശ്യം കൊടുക്കാൻ പാടുള്ളൂ അല്ലേ? 1 2 3 30 1 2. അങ്ങനെ ഓരോ 30 റിപ്പീറ്റേഷന് ശേഷവും വീണ്ടും നമ്മൾ 2 തവണ. ഇതിൻ്റെ സ്പീഡ് ഒരു 100 to 120 പെർ മിനിറ്റ്. അപ്പോൾ ഞാൻ 30 കഴിയുമ്പോൾ 2 പ്രാവശ്യം കൊടുക്കണം. 1 2 3 25 26 27 28 29 30. സ്ലോലി 1 2 3 28 29 30. പെട്ടെന്ന് ഒരു ഗാർഡനിൽ കൊളാപ്സ് ചെയ്ത് കിടക്കുന്നത് എന്ത് ചെയ്യും? മറ്റു പ്രോബ്ലം ഒന്നുമില്ല, സേഫാണ്, മറ്റേ ഇലക്ട്രിക് ഷോക്കിനുള്ള സാധ്യത ഒന്നുമില്ല എന്ന് മനസ്സിലാവുന്നു. തൊടാൻ പറ്റാവുന്ന ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് തട്ടി ഒന്ന് വിളിക്കുന്നു. തട്ടി വിളിച്ചിട്ടും കണ്ണ് തുറക്കുന്നില്ല, റെസ്പോൺസ് ഇല്ലാത്തൊരവസ്ഥയാണെങ്കിൽ നമ്മൾ ഒന്ന് ബ്രെത്ത് ഉണ്ടോ പൾസ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കാൻ വേണ്ടി ഇവിടെ തൊഴണം. ഈ ചീക്ക് ഇവിടെ തൊഴണം, എന്നാലേ നമുക്ക് അതിൻ്റെ കിട്ടും. അങ്ങനെ ഈ കരോട്ടിഡ് പൾസ് നമ്മൾ ഈ ഭാഗത്തായിട്ട് നോക്കുന്നു. അതുപോലെ 10 സെക്കൻഡ് 1 2 3 4 5 6 7 8. അതോടെ മൂവ്മെന്റ് ഇല്ല, സൗണ്ടും ഇല്ല, എന്ത് ചെയ്യും? പൾസും ഇല്ല എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞാൻ ഈ പോർഷനിൽ, അതായത് ഈ നെഞ്ചിന്റെ കൂട് അവസാനിക്കുന്ന ഈ ഭാഗത്തായിട്ട് 30 ടൈംസ് കൊടുക്കുന്നു. 28 29 30. Start 4 5 28 29 30. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ആശുപത്രി എത്തുന്നത് വരെ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അതല്ല, ഇതില്ലെങ്കിൽ ഇത് മാത്രം ചെയ്തിട്ടിരിക്കണം. മനസ്സിലായി. അതായത് നമുക്കൊരു പലർക്കുള്ളൊരു സംശയം എന്ന് പറയുന്നത് CPR കൊടുക്കുമ്പോൾ എത്രത്തോളം നമുക്ക് പ്രസ് ചെയ്യാം. ചിലപ്പോൾ ഈ നല്ല രീതിയിൽ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഈ റിബ് ഒടിയാനുള്ള സാധ്യത ഉണ്ടോ, അതല്ലെങ്കിൽ എത്രത്തോളം നമുക്കൊരു താഴ്ച കൊടുക്കണം? ഒന്നിൻ്റെ സ്പീഡ് ഏതാണ്ട് 100 to 120 പെർ മിനിറ്റ്. 2 ഇതൊരു 5 to 6 സെൻറ്റിമീറ്റർ താഴണം. പലപ്പോഴും നമ്മൾ പേടിച്ചിട്ട് ഇത് ചെയ്യുമ്പോൾ ഈ CPR കൊടുക്കുന്നതുകൊണ്ട് തന്നെ എല്ല് പൊട്ടുകയോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുകയോ എന്ന് കരുതി പേടിച്ച്
നമ്മൾ ആ പ്രഷർ കൊടുത്തില്ലെങ്കിൽ ഇതുകൊണ്ടൊരു പ്രയോജനം ഇല്ല. പ്രയോജനമില്ല. പിന്നെ ഒരു 5 to 6 സെന്റിമീറ്റേഴ്സിലും നമുക്ക് താഴണം അല്ലേ? പിന്നെ പ്രായമുള്ളവരുടെ റിബ്സ് ഒക്കെ വീക്ക് ആണെങ്കിൽ അപൂർവം ചിലപ്പോൾ ഫ്രാക്ചർ വരാം. എന്നാലും ഇതൊരു ലൈഫ് സേവിങ് പ്രൊസീജിയറാണ്. അന്നേരം ലൈഫ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവരുടെ ആ പൊട്ടി എല്ല് നമുക്ക് ബാക്കി നമുക്ക് പിന്നീട് നാളെ നമുക്ക് ഹീൽ ചെയ്യാം. അന്നേരം അതുകൊണ്ട് CPR കൊടുക്കുമ്പോൾ ആ പറയുന്ന ആ ഡെപ്തിൽ തന്നെ നമ്മൾ കൊടുക്കണം. അതുപോലെ ഡോക്ടർ, ഒരു ചെസ്റ്റ് പെയിൻ വന്ന് ഇപ്പോൾ ഒന്ന് കൊളാപ്സ് ചെയ്തു, അതല്ലെങ്കിൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കൊളാപ്സ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ ഒരു സേഫ്റ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യതയുള്ളവർക്ക് എടുക്കാവുന്ന ഒരു പ്രിക്കോഷണറി മെഷർ എന്താണ്? എമർജൻസി ആയിട്ട് നമുക്ക് കൊടുക്കാവുന്ന ആസ്പിരിൻ്റെ ഗുളിക വളരെ ചീപ്പാണ്. 325 മില്ലിഗ്രാം ചവച്ച് അലിച്ചിറക്കാൻ പറഞ്ഞാൽ മതി. അതാണ് ബെസ്റ്റ് ഫസ്റ്റ് എയ്ഡ് ഫോർ ഹാർട്ട് അറ്റാക്ക്. അങ്ങനെയുള്ള ഓരോരുത്തരും അവരുടെ കയ്യിൽ ഒന്ന് കരുതുവാണെങ്കിൽ, അതല്ലെങ്കിൽ ഒരു ഹൃദ്രോഗ സാധ്യത അല്ലെങ്കിൽ ഹൃദ്രോഗമുള്ളവർ, അങ്ങനെ സാധ്യതയുള്ളവർ അവരുടെ പേഴ്സിലോ അതല്ലെങ്കിൽ വണ്ടിയിലോ ഒക്കെ ഒരു ആസ്പിരിൻ ഗുളിക എല്ലാവരും പേഴ്സിൽ വെച്ചേക്കണം. എന്നാൽ ഇങ്ങനെ ഒരു എമർജൻസി ഒരു ചെസ്റ്റ് പെയിൻ തോന്നുന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് ഒന്ന് ചൂവ് ചെയ്താൽ, ചവച്ചരച്ച് ഇറക്കിയാൽ ഫർദർ ക്ലോട്ട് വലുതാവാതിരിക്കാനും ഡെവലപ്പ് ചെയ്യാതിരിക്കാനും കൊടുക്കുന്നതാണ്. നല്ലൊരു എമർജൻസി ഇനിഷ്യൽ ട്രീറ്റ്മെന്റ് ആണ്. ഓക്കെ. ജീവന്റെ വിലയുള്ള ഈ അറിവുകൾ പകർന്നതിന് വളരെ നന്ദി. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.